സാമ്പത്തിക പ്രതിസന്ധിയാണ് പ്രധാന വിഭാഗം. നല്ല ടൈമിങ്ങിനോട് തന്നെ വിജയിക്കുമെന്നാണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടനാട്ടിൽ ഇപ്പോൾ ഒരു ഉത്സവ ലഹരിയാണ്. കാരണം നെഹ്റു ട്രോഫി വള്ളംകളി ഇങ്ങടുത്ത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 19 വള്ളങ്ങളാണ് ഇത്തവണ മാറ്റിയിരിക്കുന്നത്. മുത്തേരിമടയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നടുഭാഗം വള്ളത്തിൻ്റെ പരിശീലന തൊഴിൽ കാണാൻ. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി മുഴുവൻ ആവാഹിച്ച് ചാലിച്ചെഴുതിയ മുത്തേരി മടയിലാണ് ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തൊഴിൽ നടക്കുന്നത്. നീണ്ടുകിടക്കുന്ന പാടശേഖരങ്ങൾക്ക് മുകളിൽ കുഞ്ഞു കുഞ്ഞു മഴമേഘങ്ങൾ കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടുന്നു. ഇത്രയും മനോഹരമായ പ്രദേശത്തു നിന്നും ഈ പരിശീലന തുഴച്ചിൽ കാണുമ്പോൾ വള്ളംകളി പ്രേമികൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശം തോന്നുന്നു. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ മാറ്റൊരുക്കാനാണ് സുനീഷ് നന്ദി കണ്ണന്തറ ക്യാപ്റ്റനായിട്ടുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നടുഭാഗം ചുണ്ടനിൽ പരിശീലന തുഴച്ചിൽ നടത്തുന്നത്. മെയ്ക്കരുത്തിലും കൈക്കരുത്തിലും കഴിവ് തെളിയിച്ച ഈ രണ്ട് ഘടകങ്ങൾ ഒന്നിക്കുമ്പോൾ സംശയമില്ല, മത്സരം തീപാറും തീർച്ച. ഏറ്റവും മനോഹരമായ ഈ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ജേതാക്കളായി വരാൻ അവരെ നമുക്ക് സ്വീകരിക്കാൻ കുമരകത്തിനാകെ അവസരവും ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന ഹൃദയം നിറഞ്ഞു ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ജലോത്സവത്തിൻ്റെ പരിശീലന തൊഴിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ നെഹ്റു ട്രോഫി വള്ളംകളി അതിനെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? 2024 വള്ളംകളിയെ കുറിച്ച് പറയുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ജനകീയ ബോട്ട് ക്ലബ്ബായ KTBC ആണ്, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. പിന്നെ അവർ തീർച്ചയായിട്ടും നല്ല മത്സരം ട്രയൽ കാഴ്ചവെക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ ഫൈനലിൽ കളിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്നെ മികച്ച മത്സരം ടൈം എടുത്ത് തന്നെ ഞങ്ങൾ ഫൈനലിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു പക്ഷം പിടിച്ച് പറയാതെ ഇത്തവണത്തെ മത്സരത്തിനകത്ത് ഒരു കടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ആരുമായിട്ടായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഈഡ്സിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ലെങ്കിൽ UBC കാനഗരി അല്ലെങ്കിൽ ഞങ്ങൾക്ക് PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ തന്നെ കിട്ടണം. ഞങ്ങൾ അവരെ അടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് നമുക്ക് തോൽപ്പിക്കുമ്പോൾ നമുക്ക് വമ്പന്മാരെ തന്നെ നമ്മൾ തോൽപ്പിച്ചു വേണം നമുക്ക് കയറി പോകാൻ, അതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ജന്മശത്രുക്കൾ എന്ന് പറഞ്ഞാൽ PBCയും UBC കാനഗരിയാണ്. നമുക്ക് ടൗൺ ബോട്ട് ക്ലബ്ബാണ് അല്ലേ? തീർച്ചയായിട്ടും കുമരകം കരക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാനുള്ളത് കുമരകം KTBC ടൗൺ ബോട്ട് ക്ലബ്ബ് നമ്മുടെ നന്ദി കണ്ണഞ്ചിറ നമ്മുടെ സുഹൃത്താണ് ക്യാപ്റ്റൻ. അദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ള വള്ളം KTBC ഭരിക്കുന്ന നടുഭാഗം നല്ല ടൈമിങ്ങിനോട് തന്നെ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
മുത്തേരിമടയിലെ ഈ ട്രയൽ പരിശീലന തുഴച്ചിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് പതിവിലും വിപരീതമായിട്ട് വള്ളങ്ങളുടെ എണ്ണം വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്നാ കാരണം? അത് തീർച്ചയായിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുമരകത്ത് 5 വള്ളം വരെയായിരുന്നു കഴിഞ്ഞ വർഷം വരെ സീസണിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ സാമ്പത്തികമാണ് പ്രധാനമായിട്ടും വള്ളംകളി പ്രശ്നം. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ കുറവ് മൂലമാണ് പ്രധാനമായിട്ടും വള്ളം കുറയാൻ കാര്യം. കുമരകം ടൗൺ ബോട്ട് ക്ലബിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കാണാം.